ഫ്രണ്ട്സേ, ധന്യാണേ. അപ്പോഴേ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയും ഒരു മനുഷ്യനാൽ രക്ഷപ്പെടുന്ന അത്ഭുതവും ഞാൻ കണ്ടു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടു. ഉദാഹരണം നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആ നിമിഷപ്രിയയുടെ വധക്കേസ് റദ്ദാക്കപ്പെടുകയും അത് ഖുർആൻ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പരിശ്രമമാണെന്ന് അറിയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഖുർആൻ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ശരിക്കും പറഞ്ഞാൽ ബൈഹാർട്ട് ആയിട്ടില്ലെങ്കിലും അതിൽ ഓരോ കാര്യങ്ങളും ഓരോന്നും വ്യക്തമായിട്ട് അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നതെന്ന് വരെ അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഖുർആനാണ് ഓരോ മുസ്ലിമായ ആളുകൾ സ്വായത്തമാക്കുന്നത്, അല്ലെങ്കിൽ പഠിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരാളും ഒരു തെറ്റിലേക്ക് പോവില്ല എന്നുള്ളത് 100% സത്യമാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു കേട്ടോ. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ള കാര്യം ദൈവത്താണ് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഓരോ അത്ഭുതങ്ങളും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും.